പാകിസ്ഥാന്റെ യുദ്ധവെറിക്ക് അയവ് വന്നത് എന്തുകൊണ്ട്? പേടിച്ചരണ്ട പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ ലോകരാജ്യങ്ങളോട് കനിവിരുന്നത് എന്തുകൊണ്ട്? കിരാന കുന്നുകളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണമാണ് ഇതിന് പിന്നിലെന്ന് ഒരു വാദമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾക്ക് മറുപടി പറയവേ മാർഷൽ AK ഭാരതിയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. ആ ചിരിയാണ് സമൂഹ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളുമടക്കം ചർച്ചയാക്കുന്നത്. കിരാന ഹിൽസിൽ പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞതിന് നന്ദി. അവിടെ എന്തുതന്നെയായാലും ഞങ്ങൾ കിരാന കുന്നുകളിൽ ആക്രമണം നടത്തിയിട്ടില്ല. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ അത് ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു AK ഭാരതിയുടെ മറുപടി. ന്യൂയോർക്ക് ടൈംസിലടക്കം വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിച്ചത്. കിരാന ഹിൽസ് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സുപ്രധാന കേന്ദ്രമാണ് എന്നതാണ് ഇന്റലിജൻസ് വിവരം. പക്ഷേ ഇത് ഇന്ത്യയോ പാകിസ്ഥാനോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വിശാലമായ പർവ്വതനിരകളോടുകൂടിയ പാറക്കെട്ടുകളുള്ള പ്രദേശമാണ് കിരാന ഹിൽസ്. പാക് പഞ്ചാബിലെ സർഗോദ ജില്ലയിലാണ് ഈ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. പാക് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ് കിരാന ഹിൽസ്. 1970-ൽ സൈനിക ആവശ്യങ്ങൾക്കായി പാകിസ്ഥാൻ മിലിറ്ററി ഓഫ് ഡിഫൻസ് കിരാന കുന്നുകൾ ഏറ്റെടുത്തു. തുടർന്ന് പാകിസ്ഥാൻ വ്യോമസേന ഒരു റഡാർ സ്റ്റേഷൻ സ്ഥാപിച്ചു. അത് ഇന്നും പ്രവർത്തനക്ഷമമാണ്. 1970-കളിലും 1980-കളിലും പാകിസ്ഥാൻ ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയർമാർ ആണവ പരീക്ഷണത്തിന്റെ ഭാഗമായി കുന്നുകളിൽ തുരങ്കങ്ങൾ കുഴിക്കാൻ തുടങ്ങി. ആണവ ഉപകരണങ്ങളുടെ സ്ഫോടനത്തെ ചെറുക്കുന്ന തരത്തിലാണ് ഈ തുരങ്കങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ തുരങ്കങ്ങളിൽ ചിലത് ഒരു ഘട്ടത്തിൽ ചൈനീസ് M11 മിസൈലുകൾ സ്ഥാപിക്കാൻ പോലും ഉപയോഗിച്ചിരുന്നു. റാബ്വ, സർഗോദ പട്ടണങ്ങൾക്കിടയിലെ ബ്രൗൺ നിറത്തിലുള്ള ഈ പാറക്കൂട്ടങ്ങൾ കറുത്ത കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 68 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കിരാന ഹിൽസ്. ഉയർന്ന പ്രഹരശേഷിയുള്ള സ്ഫോടനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള 10ലധികം തുരങ്കങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് വാദം. പാകിസ്ഥാന്റെ സ്പെഷ്യൽ വർക്ക്സ് ഡെവലപ്മെന്റ് യൂണിറ്റാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സൈനിക കേന്ദ്രമായ സർഗോദ എയർബേസ് കിരാന ഹിൽസിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ്. കുഷാബ് ആണവ നിലയം ഈ പ്രദേശത്തു നിന്നും ഏകദേശം 75 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. മിസൈൽ കവചിത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യ ഇവിടെ പ്രഹരം നടത്തിയത് എന്നാണ് പ്രചാരണം. അതേസമയം ഇന്നലെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാൻ ഈ തിരിച്ചടി സ്വപ്നത്തിൽ പോലും കണ്ടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ തകർത്തത് ഭീകരതയുടെ യൂണിവേഴ്സിറ്റികളാണ്. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു പേരല്ല, മറിച്ച് രാജ്യത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരമാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്കെതിരെ ശക്തമായാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്നും ആ ബ്ലാക്ക്മെയിൽ ചെലവാകില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് പോകില്ല. ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല. വെള്ളവും ചോരയും ഒരുമിച്ചൊഴുകില്ല. അതിനാൽ പാകിസ്ഥാനുമായി ഇനി എന്തെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കുമെന്നും മോദി പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ വിശദാംശങ്ങളും സൈന്യം പുറത്തുവിട്ടിരുന്നു. പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത മിസൈലുകളും ഡ്രോണുകളും തകർത്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് പ്രതിരോധ സംവിധാനത്തിലൂടെയായിരുന്നു. പാക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ സജ്ജമാണ് എന്നും സേന വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിൽ മൾട്ടി ലെയർ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യക്ക് കവചമായത്. വ്യത്യസ്ത പ്രഹരശേഷിയുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങളും ഇന്ത്യക്ക് കരുത്തേകി. ചൈനീസ്, തുർക്കി നിർമ്മിത മിസൈലുകളും ഡ്രോണുകളുമാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. എന്നാൽ അവയെല്ലാം നിഷ്പ്രഭമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ചൈനീസ് നിർമ്മിത JL-15 മിസൈൽ ഇന്ത്യ നിലംപരിശാക്കി. തുർക്കിയുടെ ഇഹ സോങ്കർ ഡ്രോണുകളും ലക്ഷ്യം കാണും മുൻപേ ഇന്ത്യ തകർത്തെറിഞ്ഞു. ഇന്ത്യയുടെ ഹ്രസ്വ ദീർഘദൂര എയർ ഡിഫൻസ് തോക്കുകൾ, ദീർഘദൂര റോക്കറ്റുകൾ എന്നിവ കൃത്യമായി ലക്ഷ്യത്തിലെത്തി. കറാച്ചി എയർബേസിലും റഹിംയർ ഖാൻ എയർബേസിലും ഇന്ത്യ കനത്ത പ്രഹരമേൽപ്പിച്ചതിന്റെ തെളിവുകളും സേന പുറത്തുവിട്ടിരുന്നു.